Hello all of you, welcome to Kerala IAS Academy. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ടുഡേ വി വിൽ സ്റ്റഡി വാട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനേഷൻസ് എന്താണെന്നുള്ള കാര്യമാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യകത തന്നെ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ NCERT 11th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റിൻ്റെ അകത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് 4 ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള 4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ആൻഡ് ദെൻ വി വിൽ ഗോ ഇൻ ടു ദ ഡെഫിനിഷൻസ്. So looking at the functions of the constitution, ഇവിടെ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് it provides a set of basic rules that allows minimal coordination among the members of the society. So ഇവിടെ നമുക്ക് 3 key terms എടുക്കാം. One is basic rules, second one is coordination, and third one is members of the society. So ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓർക്കുക. ഒരു സൊസൈറ്റി, കുറേ ആൾക്കാരുള്ള ഒരു സൊസൈറ്റീനെ കുറിച്ച് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവരവരുടെ കാര്യം വെച്ചിട്ട് ചെയ്യത്തില്ലേ. സോ എല്ലാ ആൾക്കാരും അവരവരുടെ കാര്യം വെച്ച് ചെയ്യുമ്പം വാട്ട് ഹാപ്പൻസ്, ടോട്ടലി പലരുടെയും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. പലരുടെയും ഇൻട്രസ്റ്റ് പലതായിരിക്കും. സോ ഒരാൾ ആ രീതിയിൽ ചെയ്യും, മറ്റൊരാൾ വേറെ രീതിയിൽ ചെയ്യും. അപ്പം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാനും ആ ഒരു സൊസൈറ്റിയിൽ ഒരു കയോസ് ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോ ഏതൊരു സൊസൈറ്റി ആണെങ്കിലും നമ്മൾ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ആ സൊസൈറ്റി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, അല്ലേ? സോ കോൺസ്റ്റിറ്റ്യൂഷനും ചെയ്യുന്നത് അതുതന്നെയാണ്. ഒരു രാജ്യത്ത് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പോകാൻ വേണ്ടി ഇറ്റ് പുട്ട്സ് സം റൂൾസ്, ബേസിക് സെറ്റ് ഓഫ് റൂൾസ്. എല്ലാ ആൾക്കാരും ഫോളോ, ആ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അബൈഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് റൂൾസിനെ അത് ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ദർ ഇസ് നോ പ്രോബ്ലംസ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദി society. So that is what the first function of the constitution is. Now the second function, you can see here, it specifies who has the power to take decision in a society and decides how the government will be constituted. So ഇവിടെ നമുക്ക് 2-3 keywords എടുക്കാം. Constitution specify ചെയ്യുന്നു, എന്ത് സ്പെസിഫൈ ചെയ്യുന്നു, who, എന്തിനുള്ള, who has the power to take decisions. So those are the 3 keywords from that particular function, that is who, power and decision. അപ്പം നമ്മൾ ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ സിറ്റിസൺസിന് വേണ്ടി പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? ഈ തീരുമാനങ്ങൾ ആരെടുക്കും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ആരാണ് എടുക്കുന്നത്? ഇന്ത്യയുടെ ഗവൺമെൻറ് ആണ്. പക്ഷേ ഇന്ത്യയുടെ ഗവൺമെൻറ് ഈ തീരുമാനം എടുക്കും എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പറയുന്നത്. ദർ ഷുഡ് ബി ആൻ എലക്റ്റഡ് ഗവൺമെൻറ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് വേണ്ടി നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഇലക്ഷൻ നടത്തി വിജയിപ്പിച്ച് വിടുന്ന ആൾക്കാരാണ് പാർലമെൻറ്റിൽ പോയി ഗവൺമെൻറ്റായിട്ട് ഇരിക്കുന്നത്. നമ്മളങ്ങനെ ജയിപ്പിച്ച് വിടുന്ന ഗവൺമെൻറ്റാണ് നമുക്ക് വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പോലും ഉള്ളത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, ഇറ്റ് ഡിസൈഡ്സ് ഹൗ ദ ഗവൺമെൻറ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഗവൺമെൻറ് ആണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയും എങ്ങനെ ഈ ഗവൺമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ എലക്ട് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, എല്ലാ 18 വയസ്സിന് ശേഷമുള്ള എല്ലാ സിറ്റിസനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതും കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറഞ്ഞിട്ടുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഓൺലി സെറ്റ് ബേസിക് റൂൾസ്, ഇറ്റ് ഓൾസോ ഡിസൈഡ്സ് ഹൂ ടേക്സ് ദ ഡിസിഷൻസ് ആൻഡ് ഹൗ ടു എലക്ട് ദ പേഴ്സൺ ഹൂ ടേക്സ് ദ ഡിസിഷൻസ്. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ദിസ് തിങ്. നൗ തേർഡ് വൺ ഇസ് the constitution also sets some limits on what the government can impose on its citizens, and these limits are fundamental. ഈ വാക്കുകൾ എടുക്കുക. സോ ബേസിക് ആയിട്ടുള്ള നമുക്ക് 2 വാക്കുകൾ എടുക്കാം. One is some limits on the government and these limits are fundamental, which means what? നമ്മളൊരു ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്നത് പ്രകാരം നമ്മളൊരു ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്ത് വിട്ടു. ഇനി ഈ ഗവൺമെൻറ് അവിടെ സെൻറ്ററിൽ പോയിരുന്നിട്ട് അവർക്ക് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, അല്ലേ? കാരണം എന്താണ്? ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കാൻ പറ്റത്തില്ല. യു ഓൾസോ ഹാവ് ടു കൺസിഡർ ദ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ്. സിറ്റിസൺസിൻ്റെ ആസ്പിറേഷൻസും റൈറ്റ്സും ഉണ്ട്. അതിനെ
ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ ഈ ഇലക്ട് ചെയ്ത് വിടുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് എടുക്കാതിരിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു ഇലക്റ്റഡ് ഗവൺമെൻറ് ആണ്, നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാം, പക്ഷെങ്കിൽ ദർ ഇസ് എ സർട്ടൻ ലിമിറ്റ് ആൻഡ് യു കനോട്ട് ക്രോസ് ദിസ് ലിമിറ്റ്. ആൻഡ് യു കനോട്ട് ക്രോസ് ദിസ് ലിമിറ്റ് എന്നുള്ള വാക്ക് നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലാവുന്നത്? ഫണ്ടമെൻ്റൽ ആണ് ഈ ലിമിറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ദ ഗവൺമെൻറ് മേ നെവർ ട്രെസ്പാസ് ദം. ഗവൺമെൻറ്റിന് ഒരിക്കലും ഈ ലിമിറ്റിന് അല്ലെങ്കിൽ അതിന് കടന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ തേർഡ് ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെറ്റിംഗ് ലിമിറ്റ്സ്. Now, fourth one is it enables the government to fulfill the aspirations of a society and create conditions for a just society. Okay, so രണ്ട് കാര്യങ്ങൾ, aspirations of the society, second one just society. So aspirations എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ഈ പല ആൾക്കാരുടെയും ആസ്പിറേഷൻസും അവരുടെ വാട്ട് ദേ നീഡ് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സിമിലർലി ഈ എല്ലാ സ്ട്രാറ്റയിൽ നിൽക്കുന്ന ആൾക്കാരുടെയും ആസ്പിറേഷൻസിനെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് പല പല കണ്ടീഷൻസും എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തിനു വേണ്ടി? സോ ദാറ്റ് യു ഗെറ്റ് എ ജസ്റ്റ് സൊസൈറ്റി. ജസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ യു ക്യാൻ സേ ഇക്വാലിറ്റി. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ, ആ രീതിയിൽ ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരേ കാര്യങ്ങളുള്ള രീതിയിൽ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ. ഒരുപക്ഷെ ഡൗൺ ട്രോഡനായിട്ട് താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ വേണമായിരിക്കാം, മേളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറവ് മതിയായിരിക്കാം. സോ അത് എല്ലാവർക്കും സാധിച്ചു കിട്ടുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത പേജിൽ ഡെഫിനിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ലെറ്റ്സ് ജസ്റ്റ് റീഡ് ഇറ്റ്. These are the definitions of the Constitution. ഞാനൊരു 3 definition കൊടുത്തിട്ടുണ്ട്. The first definition is Constitution is the supreme law of the land and it enjoys special legal sanction. Keywords, one is supreme law, second one is special legal sanction. Supreme law എന്ന് പറഞ്ഞാൽ എന്താണ്? Supreme law of the land, for example supreme law of India എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആൾക്കാർ പാലിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ. നമ്മൾ പറഞ്ഞല്ലോ അവിടെ ബേസിക് സെറ്റ് ഓഫ് ലോസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദി ലാൻഡ് ആൻഡ് ഇറ്റ് എൻജോയ് സ്പെഷ്യൽ ലീഗൽ സാങ്ഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ ഈ സെറ്റ് ചെയ്തേക്കുന്ന ലോസിനെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കാനുള്ള കണ്ടീഷൻസും എന്തിലുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് ദാറ്റ് ഈസ് ഇറ്റ് എൻജോയ് സ്പെഷ്യൽ ലീഗൽ സാങ്ഷൻ. മനസ്സിലായേ? സോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഒരു ലോയും അല്ലെങ്കിൽ സാധാരണ ഒരു ലോയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലോയിനായിരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് നമ്മൾ ഈ ഹൈറാർക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ എനിവേസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ആൻഡ് ഇറ്റ് എൻജോയ് സ്പെഷ്യൽ ലീഗൽ സാങ്ഷൻ. ഓക്കെ, നൗ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഓഫ് പീപ്പിൾസ് ഫെയ്ത്ത് ആൻഡ് ആസ്പിറേഷൻസ്. ഇതും നമ്മൾ ഇവിടെ 4th പോയിന്റ് പഠിച്ചപ്പോഴത്തേനും ഫംഗ്ഷൻ പഠിച്ചപ്പോഴത്തേനും നമ്മൾ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എനേബിൾസ് ദ ഗവൺമെൻറ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ. സോ അതിനെ ഒരു ഡെഫിനിഷൻ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെൻറ്റ്. എന്തിന് ഡോക്യുമെൻ്റ്? ഓഫ് പീപ്പിൾസ് ഫെയ്ത്ത് ആൻഡ് ആസ്പിറേഷൻസ്. ആ സിറ്റിസൺസിൻ്റെ ഫെയ്ത്ത് ആൻഡ് ആസ്പിറേഷൻസിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ Constitution is a document of people's faith and aspirations. Now, third one, this is the most important definition. It is a document which clearly defines the working of the legislature, executive and the judiciary. So legislature എന്താണ്, executive എന്താണ്, judiciary എന്താണെന്നുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട് ചെയ്ത് വിടുന്ന ഗവൺമെൻറ്റിനെയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ്റിനകത്ത് ഒരു പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റേഴ്സ് അല്ലാത്ത മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ വരുന്ന ഒരു ക്യാബിനറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ഗവൺമെൻറ് നോക്കുന്നത്, അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ടിൻ്റെ സിസ്റ്റം, അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ആ കോർട്ട്സിൻ്റെ സിസ്റ്റമാണ്. ഇത് മൂന്നുമാണ് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഗവൺമെൻറ്റിൻ്റെ 3 areas ഓഫ് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തന്നെയാണ്. മനസ്സിലായില്ലേ? സോ ഈ എക്സിക്യൂട്ടീവ് എങ്ങനെ വർക്ക് ചെയ്യണം, ഈ ജുഡീഷ്യറി എങ്ങനെ വർക്ക് ചെയ്യണം, ഈ ലെജിസ്ലേച്ചർ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയും കൂടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഹാസ് ക്ലിയർലി ഡിഫൈൻഡ് ദ വർക്കിംഗ് ഓഫ് ദ ലെജിസ്ലേച്ചർ, ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. ഓക്കെ, സോ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറഞ്ഞേക്കുന്ന ഈ ഒരു വർക്കിങ്ങിൻ്റെ അകത്ത് ജുഡീഷ്യറിനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. കാരണം വേറെ ഒന്നും കണ്ടല്ല. വാട്ട് ദ ജുഡീഷ്യറി ഡസ് ഇസ്
സി നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന എം പിമാർ നമുക്ക് വേണ്ടി പോയി ലോസ് ഉണ്ടാക്കും അല്ലേ. ഈ ലോസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്ന ലോസിനെ അതിര് കടക്കുന്നില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്ന ലോസിന് എതിരല്ല എന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ദി സുപ്രീം കോർട്ട് ഓർ ദ ഹൈ കോർട്ട്. ഓക്കെ, സോ judiciary's function is to check whether the laws passed by the parliament are in accordance with the constitution. Constitution പ്രകാരമാണോ പാർലമെൻറ്റിൽ ഉണ്ടാകുന്ന ലോസ് എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി is also called as the guardian of the Indian constitution. This is very, very important. Judiciary is always called as the guardian of the Indian constitution. So you might get a one-word question or a multiple choice question, which is known as the guardian of the constitution. It is the judiciary, not the legislature and not the executive. Now, that being said, we have one more simple thing to look, so about the hierarchy. So ഒരു രാജ്യത്തെ ലോസിനെ സംബന്ധിച്ചോളം there are different types of laws. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സുപ്രീം ലോ ഉണ്ടല്ലോ, ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ലോസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 1 ദിസ് ലോ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടല്ലോ പല ആർട്ടിക്കിൾസിലായിട്ട്, അതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് എന്നാണ് വിളിക്കുന്നത്. ഇനിയും നമ്മുടെ പാർലമെൻറ്റ്, നമ്മുടെ എം പിമാർ പാർലമെൻറ്റിൽ സമ്മേളനം ചേരുമ്പം പല പല ലോസ്, ഫോർ എക്സാമ്പിൾ ആധാർ ആക്ട് ആയിക്കോട്ടെ, IT ആക്ട് ആയിക്കോട്ടെ, അങ്ങനെ പല ലോസിനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എനാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനാക്ട് ചെയ്യുന്ന ലോയിന് എന്താണ് പറയുന്നത്? ദേ ആർ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ഡിബേറ്റ് നടന്ന് പല സ്റ്റേജസിൽ കൂടെ നടന്ന് ആ ലോ പാസ്സായി വരുന്ന, എനാക്ട് ചെയ്ത് വരുന്ന ലോസ് പാസ് ബൈ ദ പാർലമെൻറ്റ്. ഇനി ഇതൊന്നും അല്ലാതെ ദർ ക്യാൻ ബി റൂൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ഒരു എക്സിക്യൂട്ടീവിന് ഡയറക്റ്റായിട്ട് റൂളിലോ നോട്ടിഫിക്കേഷൻ, ലെജിസ്ലേച്ചറിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ റൂൾസോ നോട്ടിഫിക്കേഷനെ ഇറക്കാം. സോ ദോസ് ആർ കോൾസ് ആസ് റൂൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ഇത് മൂന്നുമാണ് ഒരു കൺട്രിയിലുള്ള ലോസ് എന്ന് പറയുന്നത്. ഈ ലോസിൻ്റെ ഹൈറാർക്കി നോക്കുമ്പം എപ്പോഴും ഓർത്തുകൊള്ളുക, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ലോസിനായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനുശേഷം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ലോസിനും, അതിനുശേഷം റൂൾസ് ഓർ നോട്ടിഫിക്കേഷൻസ്. ദിസ് യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ, വിച്ച് മീൻസ് ദാറ്റ് പാർലമെൻറ്റ് ഏതെങ്കിലും ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലോയ്ക്ക് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനത്തിന് എതിരായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് പറ്റും? തിരിച്ചു പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നെ ഒരു ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എഗൻസ്റ്റ് ദ ലോ ഇഷ്യൂഡ് ബൈ ദ പാർലമെൻറ്റ്. സിമിലർലി ഒരു റൂൾ ഓഫ് നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞാൽ ദാറ്റ് റൂൾ ഓഫ് നോട്ടിഫിക്കേഷൻ കനോട്ട് ബി എബവ് വാട്ട് എ ലോ പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. മനസ്സിലല്ലേ? പാർലമെൻറ്റ് ഓൾറെഡി പാസ് ചെയ്ത ഒരു ലോ, പാർലമെൻറ്റ് ചേർന്ന് ഒരു ആക്റ്റായിട്ട് മാറിയേക്കുന്ന ഒരു ലോയിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെറും ഒരു റൂൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് തിരുത്താനായിട്ട് പറ്റത്തില്ല. നേരെ മറിച്ച് തിരിച്ച് പോസിബിൾ ആണ് അല്ലേ? ഒരു റൂളിനെ നോട്ടിഫിക്കേഷനോ നമുക്ക് പാർലമെൻറ്റിൻ്റെ അകത്തൊരു ലോ പാസ് ചെയ്ത് നമുക്ക് തിരുത്താം. മനസ്സിലായി? പാർലമെൻറ്റ് അകത്ത് പാസ്സായിരിക്കുന്ന ഒരു ലോയിനെ നമുക്ക് എന്ത് ചെയ്താൽ കോൺസ്റ്റിറ്റ്യൂഷനെ തിരുത്തിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കും. സോ എനിവേസ് ദിസ് ദ ഹൈറാർക്കി. ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് പൊസിഷൻ ഇസ് ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്, ആൻഡ് ദ തേർഡ് position is for rules and notifications. So this is basically about the definition of the constitution and functions of the constitution, the hierarchy of what the polity in the Indian system is. So I hope you understood, and we will meet in the next video. Thank you.